ഗുഡ് മോർണിംഗ്. റാസൽ ഖൈമയിൽ ജബൽ ജയ്സിലും പോണ വഴിക്കുന്ന് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഹിഡൻ ഒയാസിസ് ഉണ്ട്. അത് കാണാനായിട്ടുള്ള യാത്രയിലാണിന്ന്. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി പോണ വിശേഷങ്ങളും അവിടെ ചെന്നുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് റാസൽ ഖൈമയിൽ ഒരു ഹിഡൻ ഒയാസിസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകേണ്ട വഴി എന്ന് പറയുന്നത് എമിറേറ്റ്സ് റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ബ്രിൽ ഗിൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഹിഡൻ ഒയാസിസിലേക്ക് പോകുന്നത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ വഴിക്കാണ് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങോട്ട് വഴി പോകില്ല, ഈ വഴി ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ഹൈക്ക് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, നമുക്കതിൽ പോയിട്ട് നോക്കാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നടക്കേണ്ടത്. കറക്റ്റായിട്ടുള്ള വഴികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ, മാർക്കിംഗ് ഒന്നുമില്ല, അതിൽ പോകേണ്ടതെന്നൊന്നുമില്ല. അതെല്ലാം കണ്ടുപിടിച്ച് പൊക്കോളണം. ഇതാണ് ജബൽ ജയ്സിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ പാരലായിട്ട് തൊട്ട് താഴെ കൂടെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് പോകേണ്ടത്. ഇങ്ങനെ നേരെ പോകണം ശരിക്കും. ഇനി അങ്ങോട്ട് പോയതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നോക്കാം. എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും കറക്റ്റ് എനിക്കും അറിയില്ല എങ്ങനെയാണ് പോകണമെന്നുള്ളത്. പോയി നോക്കാം അങ്ങോട്ട്. ഞങ്ങൾ ആ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണോ യാത്ര തുടർന്നത്. അതിരാവിലെ ഒരു ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വഴിയിലൂടെ നടന്നു പോകാവുന്നതാണ്, അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസികതയൊക്കെ നിറഞ്ഞ വഴിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വലത്തുവശത്ത് ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, പ്രത്യേക തരത്തിലുള്ള വീടുകളാണ്. അതിൻ്റെ ഓരത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ഒന്നും നോക്കാനില്ല, ജബൽ ജയ്സിലേക്ക് പോകുന്ന വഴിയുടെ താഴെ കൂടിയുള്ള വഴിയിലൂടെ അങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് പോകുന്ന വഴിയുടെ മാർക്കിങ്ങോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഡയറക്ഷനോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അകലെ നിന്നും ഒരു ആട് ഓടി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പിൻ്റെ നീളം കണ്ടില്ലേ? അടുത്ത് ചെന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ടിട്ട് പേടിച്ച് ഓടുകയാണ് കക്ഷി. നേരെ കാണുന്ന ആ വീട് പോലെ ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ധാരാളം ആടുകളെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടിക്ക് വരുവാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുപോയിട്ട് ഇതുവഴി താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള വഴിയുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോടെ നമ്മൾ ജബൽ ജയ്സിന് പോണ വഴിക്ക് വന്നിട്ട് മുകളിൽ കൊണ്ട് വണ്ടി ഇട്ടതിന് ശേഷം ഇതിലെ താഴത്തേക്ക് ഇറങ്ങി വരാം. ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ വണ്ടി കൊണ്ടിടാം നമുക്ക്. എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഈ കാണുന്ന വഴിയൂടെ ഇറങ്ങി വരാവുന്നേ ഉള്ളൂ. ശരിക്ക് നമുക്ക് 1 കിലോമീറ്ററോളം അവിടെ നിന്ന് ലാഭിക്കാൻ വേണമെങ്കിൽ. ഇതെവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട്, വണ്ടി വരുന്നുണ്ട്. പിന്നെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഭയങ്കര കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഇവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കറണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നറിയില്ല. ആ വീടൊക്കെ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതേപോലുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. ഇതുണ്ടോ, മൊത്തം കല്ലുകളൊക്കെ കിടക്കുന്ന ഒരു വഴിയാണ്. ഇതിൽ കൂടെ വേണം നമുക്ക് വരാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് വേണം വഴികൾ നോക്കി വരാനായിട്ട്, വഴി മാറിപ്പോകരുത്. ഈ വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും മഴ പെയ്തിട്ടുള്ള വെള്ളം ഒലിച്ചു വരുന്ന വാതിയാണ്. ശരിക്കൊരു തോടെന്ന് പറഞ്ഞ പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് എന്തോരം കല്ലുകളാണ് കിടക്കുന്നത്. വഴി എന്ന് പറയാനൊന്നുമില്ല. അവിടെ നിന്ന് പിന്നെ കുറച്ച് നല്ല വഴിയാണ്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, നോക്കാം. ഇതിലെ മുന്നേ പോയ ആൾക്കാരുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. ഈ നടന്നു പോണതിൻ്റെ വശങ്ങളിലൊക്കെ ചെങ്കുത്തായ മലയും താഴത്തെ അഗാധമായ കൊക്കയും ഒക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ അവിടെ നിന്ന് നടന്നു വരുമ്പോഴത്തേ ഇതുണ്ടോ ഒരു ഡാം പോലെ സംവിധാനമുണ്ട്. ഇതുണ്ടോ, അവിടെ വരെ എത്തണം നമുക്ക്. അവിടെ നമുക്കിനി ഈ മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. ശരിക്കും അങ്ങനെ മുകളിലേക്ക് കയറി പോകാം. ഇത് ഡാം പോലെയാണ് വന്നിട്ടിരിക്കുന്നത്. അവിടെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെള്ളം വീഴാൻ പാകത്തിന് തട്ടുകെട്ടുകളായിട്ട് ഇങ്ങനെ വീഴും. രസമായിരിക്കും ആ സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ. ഡാമിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, ഡാം ലോക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് നിറഞ്ഞിട്ട് വെള്ളം ഇത് കൂടെ ഒഴുകി വരാനാണെന്നുണ്ടെങ്കിൽ
നല്ലൊരു പാടായിരിക്കും കേട്ടോ. മഴക്കാലത്ത് അത്രയും വെള്ളം വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരു ഡാം പണിതിരിക്കുന്നത് ഇങ്ങനെ. നമ്മൾ ആ ഡാമെല്ലാം കടന്ന് മുന്നോട്ട് വരുമ്പോൾ ചെറിയ ഒരു മതിൽ പോലെ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു കവാടവും നടപ്പാതയും കാണാം കേട്ടോ. നല്ല രസത്തിലാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു തുറസായ പ്രദേശമാണ്. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമുക്ക് പതുക്കെ പോയാൽ മതി മുന്നോട്ട്. നമ്മൾ പോണ വഴിയിൽ കുറച്ച് ഗ്യാങ്ങിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്യാങ് വന്നിട്ടുണ്ട്, ഒരു അതിലെ പോകുന്നവരാണ് ഇവർ എല്ലാവരും. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിവിടെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണം. അത്യാവശ്യം വെള്ളവും ഭക്ഷണവും ഒക്കെ ആയിട്ട് വരണം കേട്ടോ ഇങ്ങോട്ട് വരുന്നവർ. കാരണം ഒത്തിരി ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭക്ഷണം അത്യാവശ്യം വെള്ളമൊക്കെ കരുതിയിട്ട് വേണം വരാനായിട്ട്. വേണ്ട മധു, അടിപൊളിയാണോ? അയ്യോ എങ്ങനെയുണ്ട് നടപ്പം, എങ്ങനെയുണ്ട്? ഇവിടെ നിന്നും ഞാൻ നേരെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ വഴി ഇവിടെ അവസാനിക്കുകയാണെന്നാണ്. ഇനി വഴി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാറയ്ക്ക് അപ്പുറം പോകേണ്ടി വരുമായിരിക്കും. ഈ പാറ കയറിയിട്ട് വേണമായിരിക്കും അപ്പുറം പോകാനായിട്ട്. എങ്ങനെ കയറണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ വരുമ്പോൾ സൈഡിൽ കൂടെ കയറണോ അത് കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടി കയറി പോകണോ, അത് വേണമെങ്കിൽ തിരിച്ചു പോകണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇനി അയ്യോ അതെ, നല്ല ഷൂസ്, ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് വരാതിരിക്കുക അവിടെ. അതുപോലെ തന്നെ അത്യാവശ്യം ഭക്ഷണവും വെള്ളവും അത് നിർബന്ധമായിട്ടും ഇങ്ങോട്ട് വരുന്നവർ കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ. ഇതിങ്ങനെയുള്ള സ്ഥലത്തൂടെ കയറി ഇറങ്ങിയിട്ട് വേണം. അതെ, തലേ ദിവസം മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യാതെ വന്നം എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് കടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എന്നമ്മേ കയറി വാ. ഉണ്ടോ ഈ വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടെ കല്ല് വെച്ചിട്ടുണ്ട് അടയാളപ്പെടുത്താനായിട്ട്. കണ്ട വഴി അടയാളപ്പെടുത്താൻ കല്ല് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ. ഇതുണ്ടോ, ഇതാണ് നമുക്ക് കയറി പോകാനുള്ള വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് കണ്ടോ, ഇതിൻ്റെ മുകളിലെല്ലാം കല്ല് വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയൊക്കെ കയറി പോകേണ്ടത്. ഈശ്വരാ, എന്താവും അവസ്ഥ എന്നറിയില്ല മുകളിൽ ചെല്ലുമ്പോൾ. സുഹൃത്തുക്കൾ കയറി വരുന്നുണ്ട്. മധുവ കയറി വരുന്നുണ്ട്. മധുവ പതുക്കെ കയറി വാട്ടോ, ശ്രദ്ധിച്ച്. ആ അത് തന്നെ, കൈയൊക്കെ പിടിച്ചോടെ. ഇവിടെ എല്ലാം പോകുന്ന വഴിയെല്ലാം നമുക്കിവിടെ ഓരോ കല്ലുകളാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കണത്. നമുക്ക് പോകുന്ന വഴി അറിയാനായിട്ട്. ആ ഇത് ഭയങ്കര രസമാട്ടോ അത്. ആ സംഭവം സൂപ്പറാട്ടോ, ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് ഇങ്ങനെ അത് കയറി വരുമ്പോൾ വന്ന സ്ഥലമാണിത്. ഇനി ഇവിടുന്ന് നമുക്ക് നിരപ്പായ വഴിയാണ് ഇങ്ങനെ പോകാനായിട്ട്. പാറ കയറിക്കണോ, എന്താ സ്ട്രക്ചർ നോക്കി പാറയുടെ, സൂപ്പറാണ് കേട്ടോ ഇത്. ഇവിടുന്ന് മുന്നേ ഹൈക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പാതയുടെ രണ്ട് സ്ഥലങ്ങളിൽ കല്ലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പാത കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. എന്തെങ്കിലും ഒരു അടയാളമൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ ലഭിക്കണമെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററോളം കഴിയണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ കല്ലുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുകയുള്ളൂ. അതുവരെ ഒരു അടയാളവും നമുക്ക് കാണാൻ പറ്റില്ല. ഈ തുടക്കത്തിൽ നിന്നും നടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം. ഇല്ലെങ്കിൽ ജബൽ ജയ്സിലും പോകുന്ന വഴിയിൽ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിന്നും നമുക്ക് നടന്നു പോകാവുന്നതാണ്. കാണാൻ പോകുന്നവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് തുടക്കത്തിൽ നിന്നൊക്കെ നടന്നു പോരാൻ വേണമെങ്കിൽ. ശരിക്കും ഈ ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ പെട്ടെന്ന് ഓടി വരുന്നത് മരുഭൂമിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ പാറക്കൂട്ടങ്ങളൊക്കെ മലകളൊക്കെ നിറഞ്ഞൊരു പ്രദേശം ഗൾഫിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല കേട്ടോ. ഞാനും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ.
കുറച്ച് ദൂരം നമ്മൾ നടന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള ചവിട്ടുപടികൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ടൈറ്റായിട്ടുള്ള ഷൂസ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ, നടപ്പൊക്കെ തെന്നി വീഴുകയൊക്കെ ചെയ്യും. മുകളിലേക്ക് പോണ വഴിയാണത്. അതിൽ അങ്ങനെ മുകളിലേക്ക് താണ്ട അങ്ങനെ പോകണം. ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോ അവിടുന്ന്? നമ്മുടെ സുഹൃത്തുക്കൾ താഴ്ന്ന ഭാഗത്ത് കയറി വന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കയറിപ്പാനായിട്ട് തണ്ട സിമെൻറ്റൊക്കെ വെച്ച് ഉറപ്പിച്ച് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് വഴി കാണിക്കാനാണോ അതിനി എന്തിനിട്ടേക്കണമെന്നൊരു പിടുത്തമില്ല. എന്നാലും സംഭവം വഴി കാണിക്കാനായിട്ട് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്തൊക്കെയായാലും നമ്മൾ മാത്രമല്ല ഭ്രാന്തന്മാരായിട്ടുള്ളത്, വേറെ കണ്ടമാനം ഭ്രാന്തന്മാരും മുകളിൽ പോയിട്ടുണ്ട്. അത് തിരിച്ചിറങ്ങി വരുന്നുണ്ട് തന്നെ. ഈ പാറയുടെ ഇടയ്ക്കൂടി സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ കയറി വേണം പോകാനായിട്ട്. ഞങ്ങളോർത്ത് ഞങ്ങൾ മാത്രമേ ഭ്രാന്തന്മാരുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കൂടെ വേറെയും ഭ്രാന്തന്മാരുണ്ട് ഹൈക്ക് ചെയ്യാനായിട്ട്, മല കയറാനൊക്കെ ആയിട്ട്. എൻ്റെ അമ്മേ അപ്പോൾ വീണേനെ അവിടെ മുകളിലെത്തണം. അയ്യോ ഗുഹ പോലത്തെ ഗുഹയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലും ഇവർക്ക് നമുക്ക് കയറി പോകാനായിട്ടുള്ള വഴി നല്ല കറക്റ്റായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ ഇട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ. അത് സൂപ്പറാണ് കേട്ടോ, പറയാൻ ഇരിക്കാൻ പറ്റില്ല. നല്ല കല്ലിൻ്റെയൊക്കെ ഷേപ്പ് നോക്കി പരന്ന വശം മുകളിലായത്ത രീതിയിലാണ് സ്റ്റെപ്പ് ഇട്ട് വെച്ചേക്കുന്നത്. വർത്തമാനം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതുപോലെ വരുമ്പോൾ ഈ വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കുക. പറ്റുമെങ്കിൽ ഒരു ടീഷർട്ടും ഒരു കാർഗോ പാൻറ്റോ അല്ലെങ്കിൽ ട്രാക്ക് സൂട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ, ഷോർട്ട്സ് ആണെങ്കിൽ ഏറ്റവും സുഖമായിരിക്കും. നിക്കറാണെങ്കിൽ ആ അതാണ് വേണ്ടത് ശരിക്ക്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ശരിക്കും അല്ലേ? അതെ, നമ്മൾ യാത്ര ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നമുക്കറിയാം, എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മലകയറി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ആണോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ. അയ്യോ, ഉറപ്പായിട്ടും പെട്ടുപോകും. മരങ്ങളൊക്കെ ഉണ്ട്. എന്ത് മരമാണെന്ന് അറിയാൻ പാടില്ല. ரொம்ப അടിപൊളിയാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ യെല്ലോ കല്ല് വെച്ചാണ്, മഞ്ഞ കളറടിച്ച കല്ല്. ഇതൊക്കെയാണ് ലാൻഡ്മാർക്കുകൾ, പോകാനുള്ള ലാൻഡ്മാർക്കുകളായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ആട് കരയാണ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലുണ്ട് ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഭയങ്കരം. അവിടെ ഒരു ആട് നിൽക്കുന്നുണ്ട്, ആട്. ആ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ അവിടെ? അതെ, വഴിതെറ്റി പോയ കുഞ്ഞാടുകളാണെന്ന് തോന്നുന്നു. അവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. ഇത് അതിൻ്റെ മുകളിൽ ഇത് അവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. ആ മരങ്ങളുണ്ട് കണ്ടാണ് അവിടെ. കണ്ടമാനം ദൂരം മല കയറേണ്ടതുണ്ട് നമ്മൾ. ആ ഈ താഴത്തായിരിക്കണം. അവിടെ ഈത്തപ്പനയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളുടെ സ്ഥലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടമാനം മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതായിരിക്കണം. ആ ഇത് തന്നെ സ്ഥലം എത്തി നമ്മളെ. അയ്യോ, അവസാനം നടന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടോ. അയ്യവ, ഇതാണ് സ്ഥലം. നമ്മൾ അന്വേഷിച്ച് നടന്ന ആ നിധിയാണിത്.
ഹിഡൻ ഒയാസിസ്, മലകൾക്കിടയിലുള്ള ഹിഡൻ ഒയാസിസ്. അതിന് മുകളിൽ ആട് കയറിയിരിക്കണുണ്ടോ? ഇത് ആ പച്ചപ്പ് തിന്നാനായിട്ട് ആട് കയറി നിൽക്കണുണ്ടോ? ഇതിൻ്റെ പൊന്നെ. ഇതിന് മുകളിലൊക്കെ ആടുണ്ട് കേട്ടോ, താഴെയും ധാരാളം ആടുകളുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞ സ്ഥലത്ത് എത്തി. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ നടന്നെത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായി. നമ്മൾ തുടങ്ങിയപ്പോൾ കാര്യമായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. ഇതിനും കുഴപ്പമില്ല. ക്ലൈമറ്റ് നല്ല സുന്ദരമാണ്, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വേണ്ട ജബൽജയ്സ് ഹൈക്കിംഗ് ട്രയൽസ്. ഇവിടെയാണ് ഇത് അത്യാവശ്യം ബോർഡുള്ളത്. വേറെ അങ്ങോട്ടൊന്നും ബോർഡൊന്നും കാര്യമായിട്ട് ഞാൻ കണ്ടില്ല. അതൊക്കെ ജബൽജയ്സ് മലനിര ഭാഗങ്ങളാണെന്ന് നമ്മൾ മുകളിൽ കാണുന്നതല്ല, ജബൽജയ്സുകളാണ്. അവർ നമ്മുടെ കൂട്ടുകാർ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നോട്ടെ, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിക്രമിച്ച് കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇരിക്കുകയോ കിടക്കുകയോ എന്തുവാനും ചെയ്തു. സംഭവം എത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, പക്ഷേ പൂക്കളൊന്നും നിലവിലില്ല കേട്ടോ. അവിടെ ആടുകൾ ഇഷ്ടംമാതിരി മേഞ്ഞ് നടക്കുന്നുണ്ട്, കാണികളും ഉണ്ട് ഇഷ്ടംമാതിരി, പക്ഷേ പൂക്കളൊന്നും കാണുന്നില്ല. ഇവിടേക്ക് നടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അതിരാവിലെ തന്നെ യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെയിൽ മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര വളരെ ബുദ്ധിമുട്ടാകും. വെയിൽ കൂടുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇത് ശരിക്കും ഒരു മലകൾക്ക് നടുവിലുള്ള ഒരു പരന്ന പ്രദേശമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. രാവിലെയുള്ള സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഈ പച്ച പുല്ലിലൊക്കെ തട്ടുമ്പോഴായിട്ട് കാണാൻ നല്ല രസമാണ്. ഒരു ഏരിയ മുഴുവൻ ഗ്രീനായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് സംഭവം വേറൊന്നുമില്ല, വെറുതെ വേസ്റ്റ് ചെടിയായിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ഗ്രീനാണിത്. ഇത് ഇത്ര ഏരിയ ഫുള്ളായിട്ട് ഗ്രീനായിട്ട് കിടക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഉണ്ടോ, ഭയങ്കര സംഭവമാണിത്. എന്താ രസം നോക്കിയേ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിനെ ഹിഡൻ ഒയാസിസ് എന്ന് എല്ലാവരും പേരിട്ട് വിളിക്കുന്നതിൻ്റെ മെയിൻ കാരണം അതുകൊണ്ട് തന്നെയായിരിക്കും. ആടിനൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഇഷ്ടമായ സ്ഥലമുണ്ട് ആടിന് തിന്നാനായിട്ട്. നമ്മൾ ആ വണ്ടി ഇട്ടെടുത്തുനിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് മുൻപ് എത്താനായിട്ട്. പക്ഷേ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിട്ടുള്ള അടിപൊളി, ഒന്നും പറയാനില്ല. ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കാണാനായിട്ട്. ഒരു അടിപൊളിയാണ്. വരുന്നുണ്ട്, കണ്ടവൻ ആൾക്കാർ വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. വന്നവർ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കണമാണ് പുള്ളി. എന്ന ആൾക്കാർ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുള്ളി അതൊക്കെ സുഭിക്ഷമായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഭക്ഷണവുമൊക്കെ ആയി വരുന്നവർ അത് വെച്ചിട്ടുള്ള ബാഗ് കവർ ഒന്നും താഴെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ആടുകൾ അവന്മാർ അത് എടുത്തുകൊണ്ട് പോകും. ഞങ്ങളിവിടെ താഴെ വെച്ചിട്ടാണ് ഇത് കാണാനൊക്കെ പോയത്. നോക്കിയപ്പോഴത്തേക്കും ഈ ആടുകൾ ഇത് കടിച്ചെടുത്തുകൊണ്ട് ഓടുകയാണ്. പിന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് അത് തിരിച്ചു വാങ്ങിച്ചത്. ഇവരെ മേയ്ക്കുന്ന ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. ബാഗൊക്കെ തൂക്കി കന്തൂറയൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത് ഈ ആടുകളെ മേയ്ക്കുന്നവരാണ്. ഇതാ മുകളിലൂടെ ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ. അല്ലേ, അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നു. കുറേ ടീമുകൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ദൂരം നിന്ന് കാണാനുള്ള സംവിധാനം ഇല്ല. ഇതിൽ കൂടി ഇങ്ങനെ കയറി വന്നിട്ട് അങ്ങനെ കയറി പോകാനുള്ള വഴി ഉണ്ടാവും. മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ വഴി ഉണ്ടാവും. ഓ, സമ്മതിക്കണം അവന്മാരെ.
പാറയുടെ മുകളിൽ കയറി പോകുന്ന ആടുകളെ കണ്ടില്ല. കയറി പോകണ്ടോ അത്? ആട് കയറി പോകണ്ടോ അത്? ഈ മുകളിലേക്ക് കയറി പോണത് കയറി പോകണ്ടോ? അടുത്തേക്ക് ആടിയത് എന്ത് സ്പീഡിലാണ് അടുത്തേക്ക് ആടണേന്ന് നോക്കി. ഇത് ശരിക്കും ഒരു വാതി അല്ലെങ്കിൽ തോട് എന്നൊക്കെ പറയാം കേട്ടോ. രണ്ട് മലകൾക്കിടയിലുള്ള വലിയ ഒരു വിടവ്. അതിലൂടെ മഴക്കാലത്ത് ശക്തമായി വെള്ളം ഒഴുകി ഇവിടെ ഈ കാണുന്ന സമതലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ആ മരുപ്പച്ച നിറഞ്ഞ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതുപോലെ ആർക്കും അറിയപ്പെടാതെ കിടക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഈ UAE-യിലുണ്ട്. മരങ്കേരി ആട്, ആട് മരത്തെ കയറിയിരിക്കണുണ്ട്. മരങ്കേരി ആടുകൾ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടുക. ആ ആടുകൾ കയറി പോണ വഴി കൂടെ നമുക്ക് വേണമെങ്കിൽ കയറി പോവാം. ഇതിലെ ഇതാ കാണുന്ന വഴിയിലൂടെ ഉണ്ടല്ലോ, ഇതവിടെ കയറി പോകാനുള്ള വഴിയുണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. അതിൽ വേണമെങ്കിൽ പോവാം നമുക്ക്. മുകളിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയി ജബൽ ജേസിൻ്റെ മുകളിലെത്താൻ വേണമെങ്കിൽ. ഹൈക്കിങ്ങിന് ഒരു നായ്ക്കുട്ടിയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അവരാ അങ്ങനെ കയറി പോകുന്ന ആൾക്കാർ കയറി പോകുന്നുണ്ടോ, മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ആ വഴി മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോവാണ് അവർ. നായ്ക്കുട്ടിയും കൂടെ പോവാണ് അവരുടെ കൂടെ. അവരെല്ലാവരും മുകളിൽ കയറി പോവാണ് അതിൽ കൂടെ. ഇനി അവർ ജബൽ ജേസ് ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ഈ വഴി കൂടെ അങ്ങനെ കയറി പോകാൻ, മുകളിലേക്ക് കയറി പോകാൻ വഴിയുണ്ട്. ഇതാണ് റാസൽ ഖൈമയിലെ അധികമാരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ മലകൾക്ക് നടുവിൽ മറഞ്ഞിരിക്കുന്ന മരുപ്പച്ച നിറഞ്ഞ ആ സ്ഥലം. അതിരാവിലെ തന്നെ നല്ലൊരു നടപ്പും മലകയറ്റവും അവസാനം അത് സമ്മാനിച്ച സുന്ദരമായ ഒരു കാഴ്ചയും കണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.